നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. LP സ്കൂൾ അസിസ്റ്റന്റ്, അതിനകത്തെ കുറച്ച് GK ചോദ്യങ്ങളും പിന്നെ അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസ് അടക്കം കറണ്ട് അഫയേഴ്സും പറയുന്നുണ്ട്. ക്ലാസ്സിലോട്ട് പോയാലോ? ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. എല്ലാ പരീക്ഷയും എഴുതുന്ന ആൾക്കാർ, PSCയുടെ എല്ലാ പരീക്ഷയും എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇത് കണ്ടിരിക്കണേ. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. തുടങ്ങാം. പിന്നില്ലേ, നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുവേ. കയറി ജോയിൻ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടം ഒന്ന് കാണിച്ചിട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ LP സ്കൂൾ അസിസ്റ്റന്റ് 2020. ആദ്യത്തെ ചോദ്യം: രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാ? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്. തേജസ് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തതാരാ? ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? മംഗളൂരു, കോയമ്പത്തൂർ. മാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നീ നഗരങ്ങളെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോർപ്പറേറ്റ് ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ആയ തേജസ് എക്സ്പ്രസ് എവിടെ മുതൽ എവിടം വരെ? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രണ്ടാമത്തെ കോർപ്പറേറ്റ് ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദ്, മുംബൈ. ഈ രണ്ട് ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അഹമ്മദാബാദ്, മുംബൈ. അഹമ്മദാബാദിനെയും മുംബൈയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തേത് വാരണാസി മുതൽ ഇൻഡോർ വരെ. വാരണാസി മുതൽ ഇൻഡോർ വരെ സർവീസ് നടത്തുന്ന കാശി മഹാകാൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് ട്രെയിൻ. വാരണാസി മുതൽ ഇൻഡോർ വരെ സർവീസ് നടത്തുന്ന കാശി മഹാകാൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് ട്രെയിൻ. ഇനി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് ഏതാ? അതും കാശി മഹാകാൽ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് ഏതാ? കാശി മഹാകാൽ എക്സ്പ്രസ്. ഇനി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ എഞ്ചിനില്ല ട്രെയിൻ ഏതാ? വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിനില്ല ട്രെയിൻ. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാവാ? ഡൽഹി, വാരണാസി. ഡൽഹി, വാരണാസി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്തുവായിരുന്നു? ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്തുവാണ്? ലൈഫ് ലൈൻ ടു ദ നേഷൻ. ലൈഫ് ലൈൻ ടു ദ നേഷൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വഡോദര. വഡോദരയിലാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ താനെ. ബോംബെ താനെയാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ. ബേപ്പൂർ തിരൂരാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഖൂം. ഖൂം റെയിൽവേ സ്റ്റേഷൻ. പശ്ചിമ ബംഗാളിലെ ഖൂം റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാ? ഭോലു എന്ന ആനക്കുട്ടി. ഭോലു എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാ? ദിബ്രുഖണ്ഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ്. ദിബ്രുഖണ്ഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ്.
ഇനി ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ ഏതെല്ലാമാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്, ടാൽഗോ എക്സ്പ്രസ്, ഗതിമാൻ എക്സ്പ്രസ്. വന്ദേ ഭാരത്, ടാൽഗോ, ഗതിമാൻ എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ. ഇനി ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ സദേൺ കോസ്റ്റ് റെയിൽവേ. സദേൺ കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം. ഇന്ത്യയിലെ റെയിൽവേ സോൺ 18ാമത്തെ റെയിൽവേ സോൺ സദേൺ കോസ്റ്റ് റെയിൽവേ. സദേൺ കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? ലഭിക്കാത്തത് ജെയിംസ് പീബിൾസിനാണ്. ജെയിംസ് പീബിൾസ്. ഇപ്പൊ 2022 നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാ? 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ഡഗ്ലസ് W ഡയമണ്ട്, ബെൻ എസ് ബെർണാങ്കെ, ഫിലിപ്പ് H ഡിബ്വിഗ്. നൊബേൽ 2022 കോഡിന്റെ രൂപത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കാം. എന്താണ്? വിഗും വെച്ചുകൊണ്ട് ബാങ്കില് ഡയമണ്ട് പണയം വെക്കാൻ പോയി എന്നുള്ള കോഡിൽ ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു, കാശിന് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴേ വിഗും വെച്ചോണ്ടേ ബാങ്കിൽ എന്ത് ചെയ്തു? ഡയമണ്ട് പണയം വെക്കാൻ പോയി. അപ്പൊ വിഗ്, ദിബ്വിഗ്, ബാങ്ക്, ബെർണാങ്കെ, അതാണ് ബാങ്ക് എന്ന് കണക്ട് ചെയ്തത്. ഡയമണ്ട് തന്നെയാണ്. ഡഗ്ലസ് W ഡയമണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളതാണ്. എന്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്? ബാങ്കുകളും ധനപ്രതിസന്ധികളും എന്ന വിഷയത്തിലെ ഗവേഷണത്തിനാണ് ഇവർക്ക് സാമ്പത്തിക നൊബേൽ സമ്മാനം 2022 ലഭിച്ചത്. ഇപ്പൊ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. അഭിജിത് ബാനർജി, എസ്തർ ദുഫ്ലോ, മൈക്കൽ ക്രെമർ എന്നിവർക്കാണ്. അടുത്ത ചോദ്യം. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 1. 2020 ജനുവരി 1 ഈ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുന്നതാണ്. ആദ്യത്തെ നിയമലംഘനത്തിന് 10,000 രൂപയായിരിക്കും പിഴ. പിന്നെ ഈ ഒരു നിയമലംഘനം ആവർത്തിച്ചാൽ 25,000 രൂപയായിരിക്കും. 3ാം തവണ ലംഘിച്ചാൽ 50,000 രൂപയായിരിക്കും പിഴ ഈടാക്കുന്നത്. ആദ്യത്തെ തവണ നിയമലംഘനം നടത്തിയാൽ 10,000, 2ാമത്തെ തവണ 25,000, 3ാമത് 50,000 ആയിരിക്കും പിഴ ഈടാക്കുന്നത്. ഇനിയില്ലേ, കളക്ടർ, അതുപോലെ സബ് കളക്ടർ, തദ്ദേശ ആരോഗ്യ വകുപ്പുകളിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് നിരോധനം നടപ്പിലാക്കാനുള്ള ചുമതല ഉള്ളത്. അടുത്ത ചോദ്യം. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. RBC എന്നോർത്താ മതി. RBC, ഭിലായി, ഛത്തീസ്ഗഡ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? റഷ്യ, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നിലവിൽ വന്നത്. RBC എന്ന് ഓർത്താൽ മതി. ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായം. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായിയും റൂർക്കേലയും. ഭിലായിയും റൂർക്കേലയും. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് ഒഡീഷയിൽ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല വന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാവാ? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിവയാണ്. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഇതിൽ ഭിലായിയും റൂർക്കേലയും 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം 1959. 1959. ഭിലായി ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഷിയോനാഥ്. ഷിയോനാഥ് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഷിയോനാഥ് നദിയുടെ പുതിയ പേരെന്തുവാ? ശിവനാഥ്. ശിവനാഥ് എന്നതാണ് ഷിയോനാഥ് നദിയുടെ പുതിയ പേര്. ഇനി ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാല ഏതാ? റൂർക്കേലയാണ്. ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താ?
ബ്രാഹ്മണി നദിയുടെ തീരത്താണ്. ബ്രാഹ്മണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1959. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകൾ: ഒന്ന് RBC ഏതാന്ന് പറഞ്ഞു, ഭിലായി ആന്ന് പറഞ്ഞു. രണ്ടാമത്തത് ബൊക്കാറോ ആണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. RBOJ എന്നോർത്താൽ മതി. BO എന്നത് ബൊക്കാറോ എന്ന് ഓർക്കാനാണ്. ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടു കൂടി. ഇനി ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല എവിടെയാ? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1962. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? അത് ബൊക്കാറോ ആണ്. ബൊക്കാറോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1964. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഏത്? ഭിലായി ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ്. ഈ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ജംഷഡ്പൂർ. ജംഷഡ്പൂർ ആണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഇനി കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതാ? വിശാഖപട്ടണമാണ് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8 നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ഏതൊക്കെയാ? ജമ്മു കാശ്മീർ, ലഡാക്ക്, ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു, പുതുച്ചേരി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ് എന്നീ 8 ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജമ്മു കാശ്മീർ, ലഡാക്ക്, ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, പിന്നെ ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ദിയും കൂടെ ഒറ്റ എണ്ണമാണ്. പിന്നെ പുതുച്ചേരി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്. ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കാണ് ഏറ്റവും വലുത്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ്, ലാമകളുടെ നാട് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇനി ജമ്മു കാശ്മീർ വനവിസ്തൃതി കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് എന്ന്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ആകെ 572 ദ്വീപുകളാണുള്ളത്. അതില് 38 ജനവാസം ഉള്ളത്. 38. നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. ഗ്രേറ്റ് നിക്കോബാർ. പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ. ഡൽഹി ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. കൂടാതെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശവും ഡൽഹിയാണ്. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായത് എന്ന്? 1956 ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായത്. ഡൽഹിയുടെ പഴയ പേരെന്തുവാ?
ഇന്ദ്രപ്രസ്ഥം, ഇന്ദ്രപ്രസ്ഥം. അടുത്തത് ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു. സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഈ ദാദ്ര നാഗർ ഹവേലിയെയും ദാമൻ ദിയുവിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നതെന്ന 2020 ജനുവരി 26, 2020 ജനുവരി 26. പിന്നെ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തലസ്ഥാനം ഏതാ? ദാമൻ, ദാമനാണ് തലസ്ഥാനം. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഉണ്ടല്ലേ ദാമൻ ദിയു ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു? പോർച്ചുഗീസിന്റെ കോളനി ആയിരുന്നേ, പോർച്ചുഗീസിന്റെ കോളനി. ദാമൻ ആൻഡ് ദിയു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായ വർഷം ഏതാ? 1987. 1987. പിന്നെ ഈ ആൻഡമാൻ നിക്കോബാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഡിസംബർ 30 പുതിയ പേരുകൾ പ്രഖ്യാപിച്ച ആൻഡമാനിലെ ദ്വീപുകൾ ഏതൊക്കെയാ? സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്. പേരുകൾ റോസ് ദ്വീപ്, നെയിൽ ദ്വീപ്, ഹാവ്ലോക്ക് ദ്വീപ്. ഓക്കെ, അടുത്ത പോയിന്റ് ലക്ഷദ്വീപിനെ പറ്റിയാണേ. ലക്ഷദ്വീപ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഈ ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന അധികാരികൾ ആരൊക്കെയാ? അറക്കൽ രാജവംശമാണ് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന അധികാരികൾ. ഈ ലക്ഷദ്വീപിലെ കാക്കകളില്ലാത്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാ? മിനിക്കോയി ആണേ, മിനിക്കോയി. പുതുച്ചേരിയെ പറ്റി നോക്കാം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് പറഞ്ഞു? ദാമൻ ദിയു. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ശ്രീ അരബിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുതുച്ചേരിയിലാണ് അരബിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി. ഇനി PSCയുടെ ഒരു റിപ്പീറ്റിംഗ് ചോദ്യം ഉണ്ടല്ലോ. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങൾ, ഏകദേശം 150-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ പുതിയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ അതിനകത്താണ് ഈ ടൈപ്പ് വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ എല്ലാം ഇടുന്നത്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.